കഴിഞ്ഞ കുറച്ച് വർഷമായി കേരളത്തിലെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന പേരുണ്ട്. വീണ വിജയൻ, വീണ തൈക്കണ്ടിയിൽ, വീണ ടി. ഇ.ഡി. കേസിൽ ഇതാ വീണയെ ചോദ്യം ചെയ്യുന്നു, വീണയെ അറസ്റ്റ് ചെയ്യുന്നു, വീണ ജയിലിലേക്ക്, വീണയ്ക്ക് കുരുക്ക് മുറുകുന്നു തുടങ്ങിയ വാർത്താ തലക്കെട്ടുകൾ നാം കണ്ടിട്ടുണ്ട് ഒരുപാട്. ഇന്നത്തെ മലയാള മനോരമയിൽ ഒരു വാർത്തയുണ്ട്. ആരും അത് അത്രയ്ക്ക് ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു. എവിടെയും അതിൻ്റെ ഒരു വിശകലനം കണ്ടില്ല. എന്താണ് വാർത്തയുടെ തലക്കെട്ട്? CMRN എക്സാലോജിക് വിശദ അന്വേഷണത്തിന് ഇ.ഡി. ഇന്നത്തെ മനോരമ എന്ന് വെച്ചാൽ 2026 ജൂൺ 27 മലയാള മനോരമ ദിനപത്രം. CMRN എക്സാലോജിക് വിശദ അന്വേഷണത്തിന് ഇ.ഡി. എന്ന് പറഞ്ഞിട്ട് താഴെ വലിയ അക്ഷരത്തിൽ കൊടുത്തിട്ടുണ്ട്, കുറ്റകൃത്യത്തിൽ വീണയേക്കാൾ പങ്കുള്ളയാൾ. അതാണ്, കുറ്റകൃത്യത്തിൽ വീണയേക്കാൾ പങ്കുള്ളയാൾ ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മലയാള മനോരമയ്ക്ക് പോലും ഉറപ്പില്ല അങ്ങനെ ഒരു ആളുണ്ടോ എന്ന്. പക്ഷേ അങ്ങനെ ഒരു തലക്കെട്ട് അവിടെ വലിയ അക്ഷരത്തിൽ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കൊടുത്തിരിക്കുന്ന വാർത്ത വളരെ ചെറുതാണ്. വാർത്ത എന്താണ് പറയുന്നത് എന്ന് നോക്കാം. CMRNലുമായുള്ള വിവാദ സാമ്പത്തിക ഇടപാടിൽ ടി വീണയേക്കാൾ കൂടുതൽ കുറ്റകൃത്യത്തിൽ പങ്കാളിത്തമുള്ള മറ്റാരോ എക്സാലോജിക് IT സൊല്യൂഷൻസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നതായി ഇ.ഡിക്ക് സൂചന ലഭിച്ചു. ഇതാരാണെന്ന് കണ്ടെത്താൻ വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് ഇ.ഡി. കേസിൽ ടി വീണ പ്രതിസ്ഥാനത്ത് തുടരുമെങ്കിലും അവരുടെ അറസ്റ്റ് കൊണ്ട് അന്വേഷണത്തിൽ വലിയ പുരോഗതി ഉണ്ടാകുമെന്ന തോന്നൽ ഇ.ഡിക്കില്ല. വാർത്തയ്ക്ക് അകത്ത് ഒരു വരിയാണ് കൊടുത്തിരിക്കുന്നത്. കേസിൽ ടി വീണ പ്രതിസ്ഥാനത്ത് തുടരുമെങ്കിലും അവരുടെ അറസ്റ്റ് കൊണ്ട് അന്വേഷണത്തിൽ വലിയ പുരോഗതി ഉണ്ടാകുമെന്ന തോന്നൽ ഇ.ഡിക്കില്ല. ഇതാണ് വാർത്തയിലെ ഒരു വരി. അറസ്റ്റ് ഉണ്ടാകില്ല, അറസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല, പ്രതിസ്ഥാനത്ത് തുടരും. കാരണം കേസെടുത്തിട്ടുണ്ടല്ലോ, എന്നെ കുറ്റപത്രം സമർപ്പിക്കണം, കോടതി വിചാരണ നടക്കണം, അത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകും. പക്ഷെ അറസ്റ്റ് ചെയ്യില്ല എന്ന് വെച്ചാൽ കാര്യപ്പെട്ട കുറ്റകൃത്യം ഒന്നും ടി വീണ ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ ടി വീണയ്ക്കെതിരെ കൃത്യമായ തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന്. തെളിവുകൾ ഉണ്ടെങ്കിലേ കണ്ടെത്താൻ കഴിയൂ. ഇത് മുഴുവൻ കെട്ടിച്ചമച്ച കഥകളായിരുന്നു എന്ന് മലയാള മനോരമയെങ്കിലും മറ്റു മാധ്യമങ്ങളെങ്കിലും ഒന്ന് ആത്മപരിശോധന നടത്തേണ്ട സമയമായി. ഇന്നലെ വരെ എന്തൊക്കെയാണ് എഴുതി വെച്ചത്? മാധ്യമ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള വിഷയമാണ്. എന്തൊക്കെയാണ് എഴുതി വെച്ചത് എന്നും. ഇത് ഇന്ന് തുടങ്ങിയതല്ല. പിണറായി വിജയൻ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി ആയത് മുതൽ തുടങ്ങിയതാണ്. 10-25 വർഷത്തോളം മാധ്യമങ്ങൾ വേട്ടയാടിയ ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തെ വേട്ടയാടി അദ്ദേഹത്തിൽ നിന്ന് ഒന്നും കിട്ടുന്നില്ല. അദ്ദേഹം പൊരുതി നിൽക്കുകയാണ്. എന്നിട്ടും അദ്ദേഹം പതറുന്നില്ല, മുന്നോട്ട് പോവുകയാണ്. ഇനി മക്കളെ പിടിച്ചാൽ അദ്ദേഹം പതറുമോ? അദ്ദേഹത്തെ ഒന്ന് കീഴ്പ്പെടുത്താൻ കഴിയുമോ? ഇതായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ ശ്രമിച്ചത്, പ്രമുഖ മാധ്യമങ്ങളെല്ലാം ശ്രമിച്ചത്. അവിടെയും രക്ഷയില്ല, അവിടെയും വീണുപോയി. നമ്മുടെ മാധ്യമങ്ങളും ഇ.ഡിയും BJPയും കേന്ദ്ര സർക്കാരും കേന്ദ്ര അന്വേഷണ ഏജൻസികളും UDFും കോൺഗ്രസും അങ്ങനെ സകലമാന ചണ്ടി പണ്ടാരങ്ങളും ഒന്നും സംഭവിച്ചില്ല എന്നർത്ഥം. ഇനി വീണയെ അറസ്റ്റ് ചെയ്യുന്നില്ല, അറസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്ന് ഇ.ഡി കണ്ടെത്തി. ഇനി മറ്റൊരാളിലേക്ക്, അതിനേക്കാളും വലിയൊരാളുണ്ട്. രക്ഷപ്പെടാൻ വേണ്ടി എന്തെങ്കിലും എഴുതി വെക്കേണ്ടേ? അതിനുവേണ്ടിയുള്ള ശ്രമമാണ്. ഇത്രയും കാലം പറഞ്ഞു വന്നതാണ്, ഇത്രയും കാലം കൊണ്ട് നടന്നതാണ്. ഇതാ പൊളിഞ്ഞ് തകർന്ന് താഴെ വീണിരിക്കുന്നു. അപ്പോഴൊന്ന് പിടിച്ചു നിൽക്കാൻ ഒരു കച്ചിത്തുരുമ്പ് വേണ്ടേ? അതിനുവേണ്ടിയാണ് ഈ തലക്കെട്ട്, കുറ്റകൃത്യത്തിൽ വീണയേക്കാൾ പങ്കുള്ളയാൾ. ഇനി അയാളെക്കുറിച്ച് ഇങ്ങനെ നിരന്തരം കഥകൾ മെനഞ്ഞുകൊണ്ടേയിരിക്കാം. കുറച്ചു കാലവും കൂടി മുന്നോട്ട് പോകാം. ഇ.ഡി പറഞ്ഞു, ഇ.ഡി സൂചിപ്പിച്ചു, കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷണത്തിന് തയ്യാറായി വരുന്നു, റെയ്ഡുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ദിനം പ്രതി വാർത്ത കൊടുത്ത് ഇത്രയും കാലം ആളുകളെ വഞ്ചിച്ച് വാർത്ത എഴുതി അവരെ തെറ്റിദ്ധരിപ്പിച്ച് നിൽക്കുകയാണ്. അവർക്ക് ഇനിയും എന്തെങ്കിലും ഇട്ടുകൊടുത്തേ തീരൂ. കുറേ നാളുകളെ അതൊക്കെ രുചിച്ച് ഭക്ഷിച്ച് നിൽക്കുകയാണ്. ഇനി പെട്ടെന്ന് അവർക്കൊന്നും കിട്ടാതായാൽ അവർ ദേഷ്യപ്പെടും, രോഷത്തോടെ പ്രതികരിക്കും. അതുകൊണ്ട് കുറേശ്ശെ ഇട്ടുകൊടുത്ത് മെല്ലെ തടിയൂരണം. ഇതാണ് രീതി, ഇതാണ് മലയാള മനോരമ ചെയ്യുന്നത്. എന്തായാലും മറ്റു മാധ്യമങ്ങളൊന്നും ഈ വാർത്ത നൽകിയിട്ട് കാണുന്നില്ല. മലയാള മനോരമ നൽകിയതുകൊണ്ട് അതിൽ തെറ്റുണ്ടാകാനും സാധ്യതയില്ല. കാരണം വീണയ്ക്ക് അനുകൂലമായ വാർത്തയാണ്.
ഒരിക്കലും മനോരമയുടെ താളിൽ അത് പ്രത്യക്ഷപ്പെടാൻ സാധ്യതയില്ല. ഇതാ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. എന്ന് വെച്ചാൽ സത്യമാണ്. വീണ തൈക്കണ്ടിയിലിനെ അറസ്റ്റ് ചെയ്യാൻ ഒരു തെളിവും EDയുടെ കയ്യിലില്ല എന്ന് മലയാള മനോരമ തന്നെ പറയുകയാണ്. പ്രതിസ്ഥാനത്ത് തുടരും, കാരണം കേസെടുത്തിട്ടുണ്ട്. പ്രതിസ്ഥാനത്ത് തുടരും. അതും മലയാള മനോരമ പറയുന്നുണ്ട് ഒരു ഭാഗത്ത്. വീണയുടെ അറസ്റ്റ് ഒഴിവാക്കി PMLA പ്രത്യേക കോടതിയിൽ പ്രോസിക്യൂഷൻ കംപ്ലൈന്റ് കുറ്റപത്രം സമർപ്പിക്കാനുള്ള സാധ്യതയാണ് തെളിയുന്നത്. പ്രതിപട്ടികയിൽ മാറ്റം വരുമെന്ന സൂചനയും അന്വേഷണ സംഘം നൽകുന്നു. PMLA ആക്ട് പ്രകാരം പ്രത്യേക കോടതിയിൽ പ്രോസിക്യൂഷൻ കംപ്ലൈന്റ് നൽകും. അതിനുള്ള സാധ്യതയാണ് തെളിയുന്നത്. പ്രതിപട്ടികയിൽ മാറ്റം വരുമെന്ന സൂചനയും അന്വേഷണ സംഘം നൽകുന്നു എന്ന്. അത് മറ്റൊരു വഴിത്തിരിവിലേക്ക്, പുതിയ ദിശയിലേക്ക് കൊണ്ടുവരുവാനുള്ള ശ്രമമാണ്. എന്ന് വെച്ചാൽ ഇന്നലെ വരെ പറഞ്ഞത് മുഴുവൻ വെറും കാറ്റായിരുന്നു, ഗ്യാസ് ആയിരുന്നു എന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു. EDയെ കൊണ്ട് കളിപ്പിച്ച കളി അത് EDയെ കൊണ്ട് മാധ്യമങ്ങൾ കളിപ്പിച്ചതാണോ, EDയെ കൊണ്ട് കോൺഗ്രസും BJPയും ചേർന്ന് കളിപ്പിച്ചതാണ് എന്ന കാര്യത്തിൽ തർക്കമേയില്ല. അപ്പോൾ നിഷ്പക്ഷമായി പ്രശ്നത്തെ വിലയിരുത്തി സത്യസന്ധമായി വാർത്ത നൽകേണ്ട മാധ്യമങ്ങൾ EDയിൽ നിന്ന് കിട്ടുന്ന എച്ചിൽ കഷ്ണം അത് പെരുപ്പിച്ച് പൊലിപ്പിച്ച് കൊടുക്കുകയും കോൺഗ്രസ്സുകാരുടെയും BJPക്കാരുടെയും പ്രസ്താവനകൾ 4 കോളം തലക്കെട്ടിൽ കൊടുക്കുകയും ഒക്കെ ചെയ്തു. എന്നിട്ടാണ് ഇപ്പോൾ പറയുന്നത് വീണയെ അറസ്റ്റ് ചെയ്യുന്നില്ല, വീണയ്ക്കെതിരെ ഒരു കംപ്ലൈൻറ്റ് മാത്രം PMLA കോടതിയിൽ നൽകും, അത് വിചാരണ നടക്കും, അത് നടക്കട്ടെ, അതിൻ്റെ വഴിക്ക് പോകും, പ്രതിപട്ടികയിൽ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് എല്ലാം അവസാനിപ്പിക്കുന്നു മലയാള മനോരമ. മാധ്യമ വിദ്യാർത്ഥികൾക്ക് ഒന്ന് പഠിക്കേണ്ട, എന്തായിരിക്കരുത് മാധ്യമപ്രവർത്തനം എന്ന് പഠിക്കാൻ ഏറ്റവും ഉപകരിക്കുന്ന വിഷയങ്ങളിൽ ഒന്നാണ് വീണ തൈക്കണ്ടിയിലിന് എതിരെയുള്ള EDയുടെയും കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെയും ഈ കേസ്.